ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. പലപ്പോഴും പരോക്ഷമായി നടക്കുന്ന ഈ പോരാട്ടങ്ങൾ സൈനിക നീക്കങ്ങളായും സാമ്പത്തിക ഉപരോധങ്ങളായും സൈബർ ആക്രമണങ്ങളായും പുതിയ മാനങ്ങൾ നേടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പിരിമുറുക്കം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അമേരിക്കൻ സൈന്യം ഉപഗ്രഹ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഒരു സുപ്രധാനമായ ജിയോസെഡിക് ഡോമിന് ഈ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അൽ ഉദൈദ് വ്യോമതാവളത്തിലെ ആക്രമണം നമുക്കൊന്ന് നോക്കാം. 2024 ജൂൺ 23-നാണ് ഈ മിസൈൽ ആക്രമണം നടന്നത്. ദോഹയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് വ്യോമതാവളം അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്. യുഎസിന്റെ സെൻട്രൽ കമാൻഡ് സംവിധാനങ്ങൾ ഇവിടെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഈ മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും വ്യോമാക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഈ താവളം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താവളത്തിന് നേരെയുള്ള ഏത് ആക്രമണവും അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്.